പണ്ട് ഇവന് സ്വഭാവം ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. പണ്ടൊന്നും ഇവൻ ഇങ്ങനെയല്ല. പണ്ടെല്ലാം നല്ല ഈ പറഞ്ഞ പോലെ കുറച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്ര ഈ പറഞ്ഞ ഈ ഒരു ഇതുണ്ടല്ലോ, എന്ത് ഈ പറഞ്ഞ പോലെ പേടിപ്പിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാനാടാ മൈര രാജാവ് എന്ന് പറഞ്ഞ ആ സാധനം ഇല്ലായിരുന്നു ഇവന്. ആ സാധനം ഇവനില്ലായിരുന്നു. അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ ഫേമസ് ആയതിനു ശേഷം ഇല്ലായിരുന്നു. ഫേമസ് ആയി ഈ പറഞ്ഞ പോലെ ഒരു നന്മ ഇമേജ് ഇവൻ മുടിവെട്ടിയതിന് ശേഷം 6 മാസം കഴിഞ്ഞ ഒരു നന്മ ഇമേജും കൊണ്ട് ഇവൻ വന്നല്ലോ. അതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ കേരളത്തിലെ മൊത്തം പൊട്ടന്മാരെയും പറ്റിച്ചു. അപ്പോൾ എന്തോ ഒരു ഇത് വന്നു, മനസ്സിലായി? ഈ പറഞ്ഞ പോലെ ഇത്രയും ആൾക്കാരെ, ലക്ഷക്കണക്കിന് ആൾക്കാരെ പറ്റിക്കുന്നുണ്ടല്ലോ ഡെയിലി. പിന്നെ ഈ പറഞ്ഞ നമ്മളെ 4 ആൾക്കാരെ ഓന് പറഞ്ഞ വാക്കിൽ നിർത്തിക്കാൻ പറ്റുമെന്നായിരുന്നു ഓൻ ചിന്തിച്ചത്. പക്ഷെ ആടെ ഒന്ന് ഇതായി പോയി. നീ മതിയാക്കെ മതി, അത്രേ ഉള്ളൂ ഗൈസ്. മതി. ശരിക്കും റിയൽ ആണെന്നുള്ള ഒരു സാധനമൊന്നും വേണ്ട. അതാ ഞാൻ പറയുന്നത്. അതൊന്നും റിയൽ അല്ല, ഫേക്കാ. അത് പക്ക 100% ഫേക്കാവും. നന്മമാരെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് 100% ഫേക്കായിരിക്കും. ഓൻ നന്മ വരം കാണിക്കുന്നുണ്ടെങ്കിലോ, ഓൻ 2 രൂപ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിലോ, ഈ പറഞ്ഞ നിങ്ങൾ കണ്ടായിരിക്കും മറ്റേ ഇവരെ ഒരു വ്ളോഗ്, ഒരു ഇത്താൻ്റെ ഒരു വ്ളോഗ് നിങ്ങൾ കണ്ടായിരിക്കും. അതൊന്നും പറയാൻ പറ്റാത്ത പോലും കുറെ കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ആ ഇത്താക്ക് പോലും ഫോൺ കൊടുക്കുമ്പോ പോലും ആ ഇത്താക്ക് ഫോൺ കൊടുക്കുമ്പോൾ പോലും ആ ഇത്താന ഈ പറഞ്ഞ പോലെ ഇതാക്കി. അതിൽ ഇവനക്ക് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ വ്ളോഗ് എന്നുള്ള പൈസനെ കാട്ടി കൂടുതൽ ഇവന് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. തൊപ്പി നന്മ, തൊപ്പി അങ്ങനെ ആയതു, തൊപ്പി ഇത് ചെയ്തു, ഇങ്ങനെയുള്ള വ്യക്തിയാണ് തൊപ്പി, അങ്ങനെയുള്ള വ്യക്തിയാണ് തൊപ്പി എന്ന് പറഞ്ഞിട്ട് ഇവൻ ആൾക്കാർ വായത്തും. അതിലൂടെ ഇവൻ കുറച്ചും കൂടി നന്മ ഇമേജ് കൂടുമ്പോൾ ഓഡിയൻസ് കൂടുമ്പോൾ പണം കൂടും. ഈ പറഞ്ഞ പോലെ പണം കൂടുമ്പം ഇത് കൂടും, ഇവന്റെ എന്താ പറയാ ആൾക്കാരെ ഇത് കൂടും. അപ്പൊ ഇവന് ബിസിനസ് കൂടുതൽ കിട്ടും, ഇനോഗ്രേഷൻ കൂടുതൽ കിട്ടും. അപ്പൊ ഇവന് കൂടുതൽ പൈസ ഉണ്ടാക്കാം. മനസ്സിലായി? ഇവന്റെ അൾട്ടിമേറ്റ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, പൈസ ഉണ്ടാക്കുക. അത് കൂടുള്ളവന് ഊമ്പിച്ചിട്ടാണെങ്കിലും 10 വർഷം കൂടുള്ളവന് ഊമ്പിച്ചിട്ടാണെങ്കിലും ഇവന് വേണ്ടി മരിക്കാൻ തയ്യാറായവരെ ചവിട്ടിയിട്ടാണെങ്കിലും ഇവന് ഈ പറഞ്ഞ പോലെ പൈസ ഉണ്ടാക്കണം. അതാണ് ഇവന്റെ മൈൻഡ്. പക്ഷെ എനിക്ക് മനസ്സിലാത്ത ഒരു കാര്യം എന്താ പറയാമോ? എന്തിനാ കൈസ് ഇത്രയും പൈസ ഒരാൾക്ക്? ഓന്റെ കയ്യിൽ ആവശ്യത്തിന് കൂടുതൽ പൈസ ഓന്റെ കയ്യിലുണ്ട്. പിന്നെ എന്തിനാ നമുക്ക് കിട്ടുന്ന ഈ 5 രൂപയെന്ന്, അതിൽ നിന്ന് 5 രൂപയെന്ന് 1 രൂപ നമുക്ക് തന്നിട്ട് 4 രൂപ ഓൻ എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെയും ഓക്കെ എന്ന് പറയാം. ഇത് 5 രൂപ മൊത്തത്തിൽ എടുത്തിട്ട് നമ്മളെ അതിൽ നിന്ന് 1 രൂപ എന്തൊക്കെ അത്യാവശ്യത്തിന് ചോദിക്കുമ്പം നമ്മളെ പുറംകാലം കൊണ്ട് ചവിട്ടാൻ പറ്റുന്നത്